മനോജ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതും ഒറ്റനോട്ടത്തിൽ ബജാജ് സ്കൂട്ടർ എന്ന് തോന്നിക്കുന്നതുമായ സൈക്കിളാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ താരം. വർക്ക്ഷോപ്പിൽ ലഭിക്കുന്ന ഇടവേളകളിൽ ആക്രിക്കടകളിൽ നിന്ന് സംഘടിപ്പിച്ച ബജാജ് സ്കൂട്ടറിന്റെ മുൻഭാഗവും സൈക്കിളിന്റെ ചെയിൻ ഉൾപ്പെടെയുള്ള പിൻഭാഗവും ചേർത്താണ് ഈ സൈക്കിൾ സ്കൂട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സുഗമമായി ഓടിക്കാൻ സൗകര്യപ്പെടും വിധത്തിൽ ഗിയർ സംവിധാനവും സൈക്കിളിലുണ്ട്. അരൂരിലെയും ചന്തിരൂരിലെയും തെരുവുകളിലൂടെ ഈ സ്കൂട്ടർ സൈക്കിൾ പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ വഴിയാത്രക്കാർ കൗതുകത്തോടെ ചെറുചിരിയോടെ കൈവീശി കാണിക്കുന്നത് മനോജിന് ഏറെ സംതൃപ്തി നൽകുന്നു. മനോജുമായുള്ള സംസാരത്തിൽ നിന്ന് കൃത്യമായ ഭാവി പദ്ധതികൾ അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലായി. ഇത്തരം സ്കൂട്ടറുകൾക്ക് പല പ്രദേശത്തു നിന്നും ആവശ്യവും ഉയരുന്നുണ്ട്. വർക്ക് കുറയണനുസരിച്ചാണ് നമ്മൾ ഫ്രീ ടൈമിനാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര രൂപ ഇതിപ്പോൾ എനിക്കൊരു 10 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വാങ്ങിക്കാനായിട്ട്. ഒരു 15 രൂപ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം, ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇതും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പെട്ട് കാല് മുറിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരന് ഇങ്ങനെ ഒരു 3 വീല് വെച്ച് സ്കൂട്ടർ സൈക്കിളായിട്ട് തന്നെ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അതങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ എനിക്കുണ്ട്. പോലീസിനെയും ദേശീയപാതയിലെ AI ക്യാമറകളെയും ഒട്ടും പേടിക്കാതെ ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ ധൈര്യമുള്ള ഒരാൾ ചന്തിരൂർ പഴയ പാലത്തിന്റെ തെക്കേയിറക്കിൽ പടിഞ്ഞാറ് വശത്തുള്ള ശാസ്താങ്കൽ വെളി എന്ന വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞാണ് റിപ്പോർട്ടർ അവിടെ എത്തിയത്. ഒരു കൊച്ചു വീടും അതിനോട് ചേർന്നുള്ള ആലയം കണ്ടുകൊണ്ട് കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിയോടെ മനോജ് എന്ന നാടൻ എഞ്ചിനീയർ വരവേറ്റു. ജനിതകമാറ്റം വരുത്തിയ സ്കൂട്ടർ മുഖമുള്ള ഒരു സൈക്കിൾ മഞ്ഞച്ചിരിയോടെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. ഇത്തരം സ്കൂട്ടറുകൾക്ക് പല പ്രദേശത്തു നിന്നും ആവശ്യവും ഉയരുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയും വിധം ചിലവ് കുറഞ്ഞ എക്സസൈസ് വർക്കൗട്ട് മെഷീൻ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് പദ്ധതിയുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സർസൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനം അത് ചെയ്തെടുക്കണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. അത് കാലിനും കൈക്കും ഇത്തിരി ബലം വരുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയിലിരിക്കും. സൈക്കിൾ സ്കൂട്ടറിനെ ഇലക്ട്രിക് സൈക്കിൾ സ്കൂട്ടറാക്കുകയാണ് അടുത്ത ലക്ഷ്യം. ഭിന്നശേഷിക്കാരനായ സുഹൃത്തിന് സഹായത്തിനായി മുച്ചക്ര സൈക്കിൾ ഇലക്ട്രിക് സംവിധാനത്തിൽ ഒരുക്കാനും താല്പര്യമുണ്ട്. ഇതിനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സാമ്പത്തികമായും മറ്റു പല രീതികളിലും പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. മനോജിന്റെ അച്ഛൻ ദാമോദരൻ ആചാര്യക്കും ജ്യേഷ്ഠൻ മണിയപ്പൻ ആചാര്യക്കും പരമ്പരാഗതമായ ആലയുണ്ടായിരുന്നു. അവരുടെ മരണത്തോടെയാണ് മനോജ് അത് ഏറ്റെടുത്തത്. കൂടാതെ വാഹനങ്ങളുടെ പാച്ച് വർക്ക് ജോലികളും ചെയ്തു വരുന്നു. ഭാര്യ മിനിയും മക്കളായ അക്ഷയ് കൃഷ്ണയും അക്ഷരയും മനോജിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്തുണയേകുന്നുണ്ട്. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, അരൂർ.